Good morning, all. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Morning. നമ്മള് എത്തിക്സ് അല്ലേ, ലീഗലും കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങി. എന്തായാലും ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തി. നിങ്ങൾ വായിച്ചു നോക്കി കാണും അല്ലേ? നിയമവശങ്ങളും അതേമാതിരി തന്നെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ളത് ലെസണാണ്. അതിന്റെ എന്താണ് ഓരോ ആക്ടുകളെ കുറിച്ച് നമ്മള് കുറച്ച് ഡിസ്കസ് ചെയ്ത് പോയി. ഇനി ലാസ്റ്റ് ഭാഗത്തും കൂടി ഉള്ളു നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ഏഷ്യൻ ബിൽ ഓഫ് റൈറ്റ്സ് വായിച്ചു നോക്കിയായിരുന്നോ? ഫസ്റ്റ് ടൈമിൽ നമ്മൾ എത്ര സ്പീഡിലൊക്കെയാണ് എടുത്തത്? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായിരുന്നോ ഏഷ്യൻ ബിൽ ഓഫ് റൈറ്റ്സില്? എന്താണ് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല? രാവിലെ ആയതുകൊണ്ട് അങ്ങോട്ട് ആക്റ്റീവ് ആവാത്തതാണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തതുണ്ടോ? ഓക്കെ, കാരണം ലാസ്റ്റ് പോയിന്റ്സ് നമ്മൾ ഇത്തിരി സ്പീഡിലാണ് എടുത്തു പോയത്, അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കാം. റൈറ്റ് ടു നോ അപ്പോയിന്റ്മെന്റ്സ്, അവൈലബിലിറ്റി ഓർ ഡോക്ടർ, കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ, ഡിമാൻഡ് ആഫ്റ്റർ ഡിസ്ചാർജ്. അത് തന്നെയാണോ? അല്ലെ? അപ്പൊ നമുക്കറിയാം അവിടെ എന്താണ്, നമുക്ക് കൃത്യമായിട്ട് തന്നെ അല്ലെ ആ പേഷ്യന്റിന്റെ റൈറ്റ് ടു നോ അപ്പോയിന്റ്മെന്റ്സ് ആർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടർ, കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ, ഡിമാൻഡ്സ് ആഫ്റ്റർ ഡിസ്ചാർജ്. അതായത് നമ്മുടെ ഡിസ്ചാർജിന് ശേഷം തീർച്ചയായിട്ടും പിന്നെയും ഡോക്ടറെ കാണേണ്ടതായിട്ട് വരും അല്ലെ? ചിലർക്കെങ്കിലും വീണ്ടും 2 വീക്സിന് ശേഷം ഡോക്ടറിനെ കാണണം എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് തന്നെ നിർദ്ദേശിക്കുന്നുണ്ടാവും. അത് അറിയാനുള്ള അവകാശം അത് തീർച്ചയായിട്ടും ഓരോ പേഷ്യന്റും അർഹതപ്പെട്ടതാണ്. കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ, അതെ, ഫോളോ അപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ, ഡിമാൻഡ്സ് ആഫ്റ്റർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് ശേഷം അതിന് ആ ഒരു ചികിത്സയ്ക്ക് കണ്ടിന്യൂറ്റി ഉണ്ടോ, അതിന്റെ അവൈലബിലിറ്റി, അത് ആവശ്യമാണെങ്കിൽ അതിന്റെ അപ്പോയിന്റ്മെന്റ്സ്, അതായത് ഏത് സമയത്താണ് വരേണ്ടത്, അതെല്ലാം ഡോക്ടറിൽ നിന്നും മസ്റ്റായിട്ട് അറിയാനുള്ള അവകാശവും ആർക്കുണ്ട്? പേഷ്യന്റിന് ഉണ്ട്. ഓക്കെ, ഫോളോ അപ്പ് എടുക്കേണ്ടതുണ്ടെങ്കിൽ അത് അറിയാനുള്ള അവകാശവും ആർക്കുണ്ട്? പേഷ്യന്റിന് ഉണ്ട് എന്നുള്ളത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് എക്സ്പ്ലനേഷൻ ഓഫ് ബില്ല്. അതായത് ഹോസ്പിറ്റലിലെ ഓരോ കാര്യത്തിന് നമുക്ക് ബില്ല് വരും. ചിലപ്പോ നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാവും അല്ലെ, ഇത്രയും ബില്ലുകൾ എന്തിന്റെയൊക്കെ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത്. കൃത്യമായിട്ട് നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട് അല്ലെ? ഓരോ പേഷ്യന്റിനും ആ ബില്ല് എന്താണ്, അതിന്റെ എക്സ്പ്ലനേഷൻ എന്താന്നുള്ളത് കൃത്യമായിട്ട് അറിയാനുള്ള അവകാശവും പരിശോധിക്കാനുള്ള അവകാശവും ഉണ്ട് അല്ലെ? ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ളതും അത് എത്രത്തോളം ആണ് അല്ലെ, ഓരോന്നിനും ആവശ്യമായിട്ടുള്ള തുക എത്രത്തോളം എന്നൊക്കെ ഉള്ളത് പരിശോധിക്കാനുള്ള അവകാശവും ഓരോ പേഷ്യന്റിനും ഉണ്ട് എന്നുള്ളത്. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റൈറ്റ് ടു ഹോസ്പിറ്റൽ റൂൾസ്. അതായത് ഹോസ്പിറ്റലിന് അതിൻ്റെതായിട്ടുള്ള ചില റൂളുകൾ ഉണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെയാണ് ഇന്ന സമയത്ത് വരണം, ഇന്ന സമയത്ത് വന്നാൽ മാത്രമാണ് ഡോക്ടറെ കാണാനായിട്ട് അല്ലെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ കൃത്യമായിട്ടുള്ള അവകാശം അല്ലെ, അത് അറിയാനുള്ള അവകാശമുണ്ട്. ഇൻ കേസ് നമുക്കറിയാം ചിലപ്പോഴൊക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഓപ്പറേഷൻ അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചില ഹോസ്പിറ്റലിന്റെ പ്രത്യേക നിയമാവലിയിൽ ഉണ്ടാവും. അതായത് സാധനങ്ങളൊക്കെ അടുപ്പിച്ച് കൊടുക്കണം, ഇത്തരം സമയത്തിനുള്ള അതൊക്കെ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞു.
കേസ് അതൊന്നും അറിയാതെ പേഷ്യന്റിനോട് ചൂടായിട്ട് കാര്യമില്ല അല്ലെ. അത് കൃത്യമായിട്ട് അറിയിക്കേണ്ട ഡ്യൂട്ടി ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ഉള്ളതാണ്. അപ്പൊ അതെല്ലാം അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിന് ഉണ്ടാകുന്നത്. ഏത് റൂൾസ് ആണെങ്കിലും അല്ലെ, ഏത് റൂളും ആണെങ്കിലും അത് ഹോസ്പിറ്റൽ നടപ്പാക്കിയിരിക്കുന്ന റൂളുകളെല്ലാം അറിയാനുള്ള അവകാശവും പേഷ്യന്റിന് അർഹതപ്പെട്ടതാണ്. ഓക്കെയാണോ? സെവൻത് പോയിന്റ്. അതായത് റൈറ്റ് ടു പ്രൈവസി urgency case അല്ലെ. ഹോസ്പിറ്റൽ മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. അതായത് എന്താണ് അല്ലെ, ആ ഒരു അർജൻസി കേസ് വരാനായിട്ടുള്ള കാര്യം അതിനെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്താണ്, ഹോസ്പിറ്റൽ മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. കേസ് അർജന്റ് ആയിട്ട് ചിലപ്പോൾ ആണെങ്കിൽ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറയാം. അത് എന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നത് അല്ലെ, അത് റെഫർ ചെയ്തത് എന്താണ്, അത് അങ്ങനെ വരാനായിട്ടുള്ള സാധ്യത എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ എന്താണ് അതിന്റെ ആ വിലയിരുത്തലും കാര്യങ്ങളൊക്കെ തന്നെ ആ പേഷ്യന്റിനെ അറിയിക്കാനുള്ള അവകാശവും എന്താണ്, അത് അറിയാനുള്ള അവകാശവും പേഷ്യന്റിനും ഉണ്ടായിരുന്നു. ഇൻ കേസ് നമുക്കൊരു പെട്ടെന്നൊരു ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അത് അവരോട് പറയാതെ അറിയിക്കാതെ ഷിഫ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ടോ? ഉണ്ടോ? പേഷ്യന്റിനോട് പറയാതെ അങ്ങനെ ഒരു നടപടി എടുക്കാനുള്ള അവകാശമുണ്ടോ? ഇല്ല അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ പേഷ്യന്റിനോട് ഇൻഫോം ചെയ്യണം. ഇന്ന കാരണം കൊണ്ടാണ് ഈ പേഷ്യന്റിനെ ICUലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. അത് ഇന്ന റെഫറൽ അല്ലെ, ഇന്ന ചിലപ്പോൾ പ്രഷർ കൂടിയതിന്റെ വേരിയേഷനോ അല്ലെങ്കിൽ ഷുഗർ താന്നു പോകുന്നതിന്റെ വേരിയേഷനോ അങ്ങനെ എന്തെങ്കിലും അല്ലെ, ഇൻകേസ് ബ്രീതിന്റെ പ്രോബ്ലംസോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടായിരിക്കാം. അത് കൃത്യമായിട്ട് അത് എന്തിനുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു അർജൻസി കേസ് എടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. അതറിയാനുള്ള അവകാശം പേഷ്യന്റിന് അറിയിക്കുന്നതാണ്. ഓക്കെ. ഇനി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സിക്സ്ത് കൂടി പറയുന്നുണ്ട്. റൈറ്റ് ടു പ്രൈവസി ഓർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡ്സ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ. അതായത് നമ്മൾ എല്ലാ തരത്തിലുള്ള രേഖകളും മസ്റ്റായിട്ടും തന്നെ അവിടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന രേഖകളും അല്ലെങ്കിൽ ആശയവിനിമയങ്ങളും എല്ലാം തന്നെ എന്താണ് ആത്മവിശ്വാസം, അതായത് അവർക്ക് ആത്മവിശ്വാസം തരുന്ന രീതിയിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ് അല്ലെ. പ്രൈവസിയോട് കൂടി തന്നെ അത് കീപ്പ് ചെയ്യേണ്ടതാണ്. റൈറ്റ് ടു പ്രൈവസി ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡ്സ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ. തീർച്ചയായിട്ടും പേഷ്യന്റ് ഒരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഡോക്ടറിനോടും മറ്റ് അല്ലെ വ്യക്തി നഴ്സുമാരോടാണെങ്കിലും എന്താണ് നമ്മുടെ ഹിസ്റ്ററീസ് എല്ലാം തുറന്നു പറയുന്നത് അല്ലെ. അത്തരത്തിലുള്ള റെക്കോർഡ്സുകളും കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ തന്നെ എന്താണ് പ്രൈവസിയോട് കൂടി സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. വീണ്ടും ഫോർത്ത് പോയിന്റ് പറയുന്നുണ്ട്. Right to refuse the treatment to the extent permitted by law and to be informed. എന്താണ് പറയുന്നത്? നിയമം അനുവദിക്കുന്ന പരിധിക്ക് വരെ അല്ലേ, അത് എത്രത്തോളമാണോ അതുവരെ നിരസിക്കാനായിട്ടുള്ള റൈറ്റ് ടു റിഫ്യൂസ് ട്രീറ്റ്മെന്റ്. ഞാൻ അതിന്റെ എക്സാമ്പിളുകളൊക്കെ പറഞ്ഞു. ചില ടൈമുകളിലെല്ലാം എന്താണ് ചില ട്രീറ്റ്മെന്റ് നിരസിക്കേണ്ടതായിട്ട് വരും. കാരണം ഞാൻ അതിനൊരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു, പ്രഗ്നൻസി ടൈമിൽ അല്ലെ. അത് നിയമം അനുശാസിക്കുന്നതാണ് ചില പേഴ്സൺസിന് ആ ട്രീറ്റ്മെന്റ് ആ സമയത്ത് കൊടുക്കേണ്ട എന്നുള്ളത്. അതേസമയം കാരണം എന്തുകൊണ്ടാണ്, അവിടെ മറ്റൊരു കാര്യം കൂടി ഉള്ളത് കൊണ്ടാണ്. എന്താണ് റൈറ്റ് ടു റിഫ്യൂസ് ട്രീറ്റ്മെന്റ്.
അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് റിഫ്യൂസ് ചെയ്യാൻ അല്ലെ, നിരസിക്കാനായിട്ട്, ചികിത്സ നിരസിക്കാനായിട്ട് നിയമപ്രകാരം അനുവദിക്കുന്ന പരിധി വരെ അത് ലഭ്യമാകാനുള്ള അവകാശവും, അത് ഇൻഫോം ചെയ്യാതെ കൃത്യമായിട്ട് അറിയാനുള്ള അവകാശവും ആർക്കുണ്ട്? പേഷ്യന്റിന് ഉള്ളതാണ്. ഓക്കെയാണോ? ഓക്കെ, എന്തെങ്കിലും പോയിന്റ്സ്? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് കയറാം. അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മിസ്ലേനിയസ് ആക്ട് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽ. നമ്മൾ പല നിയമങ്ങളും കണ്ടു, ഇനി അത് മാത്രമല്ല അറിയാനുള്ള അവകാശങ്ങളെ കുറിച്ചൊക്കെ കണ്ടു. മാത്രമേ തന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റ് ആക്ടുകളുണ്ട്. അത് ഏതൊക്കെ ആക്ടാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860. ഇതാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. ഇതാണ് അതിൽ പറയുന്നത്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 കൺട്രോൾസ് ദ വർക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഓൺഡ് ബൈ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതായത് നമുക്കറിയാം ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെ, സേവന സന്നദ്ധതയോട് കൂടിയിട്ടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകളെല്ലാം എന്തെന്ന സ്ഥാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൺട്രോളിലുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, അതിന്റെയൊക്കെ എന്താണ് വർക്കിംഗ് മാനേജ്മെന്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്, അതായത് ഈ ആക്ടിന്റെ കീഴിലായിരിക്കും അതിന്റെയൊക്കെ, അതായത് ഈ ആക്ടിന്റെ കീഴിൽ അത്തരത്തിലുള്ള ചാരിറ്റബിൾ സൊസൈറ്റീസ് ഒക്കെ മെമ്പർഷിപ്പ് ആവേണ്ടതാണ്. കാരണം അവരുടെ വർക്കിംഗ് മാനേജ്മെന്റും ഈ ആക്ട് പറയുന്ന രീതിയിലായിരിക്കണം നടപ്പാക്കേണ്ടത്. ക്ലിയർ ആയോ? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 കൺട്രോൾസ് ദ വർക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഓൺഡ് ബൈ എ ചാരിറ്റബിൾ ട്രസ്റ്റ്. നമുക്കറിയാം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ വ്യത്യസ്ത തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഉണ്ടോ? അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള അവര് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും അവരെല്ലാം ഈ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിന്റെ കീഴിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരായിരിക്കും. കാരണം അതിന്റെ ആ വർക്കിംഗ് മാനേജ്മെന്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ, അത് ഇന്ന രീതിയിലൊക്കെ ആയിരിക്കും. നമുക്കറിയാം എല്ലാവർക്കും കുറെ കാര്യങ്ങളല്ലേ, നമുക്ക് വേണമെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നടപ്പാക്കില്ല. അതിന് അതിൻ്റെതായ നിയമാവശ്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ട് മാത്രമാണ് അത് നടപ്പാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ. ഏതെങ്കിലും ഒന്നിച്ച് ഒരു ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് രൂപീകരിക്കാൻ പറ്റില്ല. അതിന് അതിൻ്റെതായ നിയമവശങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ആക്ടിന്റെ കീഴിൽ കൂടി തന്നെ മാത്രമാണ് അത് രൂപീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥയില് അല്ലെങ്കിൽ അവർ സ്ഥാപിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം എന്താണ് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 കൺട്രോൾ തന്നെ ആയിരിക്കും അവര് സ്ഥാപിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. All hospitals in the voluntary sector or non-government organizations, NGO, non government organization in the medical care field should be registered under this act. ഇപ്പൊ നമ്മളിപ്പോ സ്വമേധയാ തുടങ്ങുന്നതും അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലാത്ത തരത്തിലുള്ള ഏത് സ്ഥാപനമാണെങ്കിലും ഈ ആക്ടിന്റെ കീഴിൽ തന്നെയായിരിക്കും അവരുടെ പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നത്. എന്താണ് ഈ ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളെല്ലാം നടപ്പാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ട്രസ്റ്റ് ആണെങ്കിലും മറ്റ് നോൺ ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളാണെങ്കിലും സ്വന്തമായിട്ട് ചിലപ്പോൾ നല്ല ഫിനാൻഷ്യലി സൗണ്ട് ഉള്ള അവർക്ക് ചിലപ്പോൾ സെൽഫായിട്ട് തന്നെ ചിലപ്പോൾ ഒരു സ്ഥാപനം ഇൻട്രൊഡ്യൂസ് അത് സ്ഥാപിച്ച് അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും സേവനം നടത്തണം എന്നുണ്ടാകാം. എങ്കിൽ കൂടി ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓക്കെയാണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം.
സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. എന്താണ് അതിൽ പറയുന്നത്? സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം സംസ്ഥാനത്തിന്റെ ഒരു ഇതാണ് അല്ലെ. Some state have enacted their own public charitable trust act, which normally controls the detailed working and management of hospitals established by public charitable trust. അതായത് നമുക്കറിയാം അല്ലെ, നമ്മുടെ ഗവൺമെന്റിന്റേതായിട്ടുള്ള രീതിയിൽ തന്നെ അവര് ഒരു ട്രസ്റ്റ് എന്നുള്ള രീതിയിൽ, ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ സേവനം നടത്താനായിട്ടുള്ള സാധ്യത അല്ലെ. നമുക്കറിയാം എന്താണ് ആ ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെ. അപ്പൊ അത് സംസ്ഥാന ഗവൺമെന്റിന്റെ പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ്. എങ്കിൽ കൂടി എന്താണ് അവർക്ക് അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് തന്നെയാ പറയുന്നത് എന്താണ്, ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്ഡ് ബൈ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിന്റെ വർക്കിംഗ് മാനേജ്മെന്റ് ഒക്കെ നോർമലി കൺട്രോൾ ചെയ്യുന്നത് എന്താണ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടിന്റെ രീതി അനുസരിച്ചിട്ട് തന്നെയായിരിക്കും. അവിടെ ആരുടെയും കൂടിയും ഒരു പിന്തുണയുണ്ട്, പബ്ലിക്കിന്റെയും കൂടി ഒരു പിന്തുണയുണ്ട്. അതായത് ആ ഒരു സ്റ്റേറ്റിന്റെയും കൂടി ഒരു കൺട്രോളിങ് അവിടെ വരുന്നുണ്ട്. In such a state, the society should be registered under this state act. അതായത് നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ എന്താണ് സംസ്ഥാന നിയമപ്രകാരം തന്നെ ആയിരിക്കും അത് രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അതിന്റെ ആ ഒരു എന്താ പറയാ പ്രധാനമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും നമുക്ക് കൃത്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് മനസ്സിലാക്കുക. വെറുതെ ആണെങ്കിലും ഒരു സൊസൈറ്റി ഒന്നും അത് ഗവൺമെന്റിനാണെങ്കിലും തുടങ്ങാൻ പറ്റില്ല, വോളണ്ടറി ആണെങ്കിലും തുടങ്ങാൻ പറ്റില്ല, ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ആണെങ്കിലും തുടങ്ങാൻ പറ്റില്ല. എന്തെങ്കിലും ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമാണ് അതെല്ലാം പ്രവർത്തനം നടപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. പൊതുവെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. ഓക്കെ, വായിച്ചു നോക്കാം. ഇമ്പോർട്ടന്റ് ഒന്നല്ല, അതിലൊന്നും പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. വെറുതെ അങ്ങനെ എല്ലാം പോയിന്റ്സും അതിനകത്ത് കൊടുത്തു പോകുന്നേ ഉള്ളൂ. വെറുതെ ഇതിന്റെയൊക്കെ ഇയർ ഉള്ളതിന്റെ ഒക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കിയാല് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860. ഒക്കെയാണോ? നമ്മള് ഇപ്പൊ ഒരു വേറെ ഹോസ്പിറ്റലില് മാതിരിയുള്ള സേവനമല്ലാതെ തന്നെ ഒരു നഴ്സിംഗ് ഹോം ഒക്കെ തുടങ്ങാമെന്ന് വെച്ചു, കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു നഴ്സിംഗ് ഹോം ഒക്കെ അങ്ങനെ വെറുതെ അങ്ങനെ തുടങ്ങാനൊന്നും പറ്റില്ല. അവിടെയും എന്താണ് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതാണ് അടുത്തായിട്ട് പറയുന്നത് ആക്ട്സ് ഇൻ റിലേഷൻ ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓർ നഴ്സിംഗ് ഹോം. ഇൻ കേസ് ഒരു നഴ്സിംഗ് ഹോം ആണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും സ്ഥാപിക്കുന്നതിന് അതിന് അതിൻ്റെതായ ആക്ടുകൾ ഉണ്ട്. ആക്ടുകളുടെ കീഴിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഹോമുകളൊക്കെ തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന്റെ പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നഴ്സിംഗ് ഹോം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്കറിയാം ഒരു പെർമിഷൻ കിട്ടണമെങ്കിൽ ആക്ട് ഉണ്ടാവും. ആക്ടിന്റെ കീഴിൽ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാവും അല്ലെ. ആ നിയമങ്ങളൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. അങ്ങനെയുള്ള നിയമങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമാണ് അതിനുള്ള റൂൾസുകളുണ്ട്. ആ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതേമാതിരി തന്നെ എന്താണ് അതിന്റെ ആ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നു. there are regional laws in each state controlling the establishment and standards about the hospitals or nursing homes. അതായത് അത് റൂൾസ് വേണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത് കൃത്യമായിട്ട് ഒരു മാനദണ്ഡത്തിന്റെ ബേസിലായിരിക്കും അവര് ആ റൂൾസുകൾ ഇറക്കുന്നത് അല്ലെ. ഇത്രയും വ്യക്തികൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ആ ഒരു റൂൾസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് തന്നെയായിരിക്കണം അവിടെ അത് നഴ്സിംഗ് ഹോമുകളൊക്കെ സ്ഥാപിക്കാനായിട്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ മൂല്യങ്ങൾ പറയുമ്പോൾ ആ ഒരു മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം എന്താണ് നമുക്ക് സ്ഥാപിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം അവിടെ പ്രാദേശിക നിയമങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഒരു സ്റ്റേറ്റ് ആണെങ്കിലും സെൻട്രലി ആണെങ്കിലും കുറെ നിയമങ്ങളുണ്ട്. നമുക്കറിയാം ചില കാര്യങ്ങൾക്ക് സ്റ്റേറ്റിന്റെ പെർമിഷന്റെ ആവശ്യമുള്ളൂ. കുറച്ചും കൂടി വലിയ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്താണ് അത് സെൻട്രൽ ആയിട്ടുള്ള പെർമിഷന്റെയും കൂടിയൊക്കെ ആവശ്യമാണ്. ചിലപ്പോൾ നമ്മൾ ചെറിയൊരു ഇതൊക്കെ ആണെങ്കിൽ അതിന് സ്റ്റേറ്റിന്റെ പെർമിഷന് മുമ്പ് തന്നെ നമുക്ക് പ്രാദേശികമായിട്ടുള്ള മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു പഞ്ചായത്തിന്റെയൊക്കെ പെർമിഷന്റെ ആവശ്യത്തോട് കൂടിയിട്ട്
നമുക്ക് കാര്യങ്ങളൊക്കെ അല്ലെ നടപ്പാക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ആക്ടുകളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഓക്കെ, ഓക്കെ. അവിടെ ഹോസ്പിറ്റലാണെങ്കിലും നഴ്സിംഗ് ഹോമുകളാണെങ്കിലും അവിടെ അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള റൂൾസുകൾ ഉണ്ടാവും. അത് ഫോളോ ചെയ്താൽ മാത്രമാണ് അത് അവിടെ സ്ഥാപിക്കപ്പെടാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഇതൊന്നും ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, എന്നാലും പറഞ്ഞു പോവാതെ വിട്ടില്ലല്ലോ. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഉണ്ട്. അതിലെന്താ പറയുന്നത്, any establishment legally coming under this definition within the regional municipal jurisdiction should be registered under this act. അതായത് ഷോപ്പ് ആണെങ്കിൽ നമുക്ക് ഓടിപ്പോയി ഒരു ഷോപ്പ് സ്ഥാപിക്കാൻ പറ്റുമോ? നാം പിന്നെ ഒരു ഷോപ്പ് ഇട്ടേക്കാം അല്ലെ. ഇതൊക്കെ എന്തിനാന്ന് ചോദിക്കാം. അതെ, ആക്ച്വലി ഞാനും നോക്കിയായിരുന്നു ഇതിലെന്താണ്. പക്ഷെ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെ ഹോസ്പിറ്റലിന്റെ അടുത്ത് കൊണ്ടുവന്ന് ഒരു ഷോപ്പ് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിന്റെ അടുത്തൊന്നും ഷോപ്പ് ഇടാൻ പറ്റില്ല. അതിൻ്റെതായിട്ടുള്ള മെറ്റീരിയൽസും സാധനങ്ങളായിരിക്കും ചിലപ്പോൾ അവിടെ വാങ്ങലും വിൽക്കലും നടക്കുന്നത്. പക്ഷേ അതിനും എന്താണ് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചിട്ടുള്ള ആക്ടിന്റെ കീഴിൽ തന്നെ ആയിരിക്കണം അത് സ്ഥാപിക്കപ്പെടേണ്ടത്. നഴ്സിംഗ് ഹോംസ് ഒക്കെ പറയാം. ഓക്കെ, ലൈസൻസ് വേണം അല്ലെ. അപ്പൊ any establishment legally coming under this definition with the regional municipal jurisdiction should be registered under this act. The act is designed to manage the payment of wages, hours of work, leave, holidays, terms of service and other work condition of people who are employed in the shop. In case ആ ഷോപ്പിലാണെങ്കിൽ എന്താ പറയുക, നമ്മള് ഹോസ്പിറ്റലിലെ കാര്യത്തിനെ കുറിച്ചിട്ട് വരുമ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിവേ നമ്മൾ എന്തായാലും ജസ്റ്റ് മനസ്സിലാക്കി പോകുക. ഹോസ്പിറ്റലിന്റെ അടുത്ത് ഒരു ഷോപ്പ് തുടങ്ങിയാണെങ്കിലും ഇതിന് അതിൻ്റെതായിട്ടുള്ള നിയമ നടപടികളൊക്കെ വേണം. അതായത് അവിടെയുള്ള വർക്കേഴ്സ് എത്രത്തോളം സമയം വർക്ക് ചെയ്യണം, അവർക്ക് അനുവദനീയമായ ലീവുകൾ എത്രത്തോളം, ഹോളിഡേസ് എങ്ങനെയൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ അല്ലെ അതിന്റെ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതെല്ലാം തന്നെ ആ റൂൾസിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രം ആ രജിസ്ട്രേഷൻ നടത്തി അത് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമാണ് അത്തരം ഷോപ്പുകളൊക്കെ അനുവദിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? ജസ്റ്റ് പറഞ്ഞു പോകാനേ ഉള്ളൂ, അത് ക്വസ്റ്റ്യനിലൊന്നും കാണാത്തതാണ്. ഓക്കെ, അടുത്ത ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇതൊന്നും ക്വസ്റ്റ്യൻസിലൊന്നും ഉൾപ്പെടാത്ത കാര്യങ്ങളാണ്. ഓക്കെ ഓക്കെ, അത് അടുത്തത് പറയുന്നത് PCPNDT ആക്ട്. എന്താണ് PCPNDT ആക്ട് എന്ന് പറയുന്നത്? നോക്കാം, പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട്. ഓക്കെ, അതിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ, അതായത് ഈ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ്. അതായത് ജസ്റ്റ് ആ ഒരു ഇതിലുള്ള കാര്യം, നിങ്ങളുടെ ബ്രാക്കറ്റിലുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി എടുക്കുക. അതായത് നമ്മള് കുട്ടികളെ അല്ലെ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ ലിംഗ വിവേചനം നടത്താനായിട്ടുള്ള ഒരു പ്രൊഹിബിഷൻ അല്ലെ, അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണിത്. ഈ ആക്ടിന്റെ എന്താണ് നമ്മുടെ എക്സ്പാൻഡഡ് ഫോം നോക്കാം. ദ പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നാച്ചുറൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്. ക്ലിയർ ആയോ? പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ, അതായത് നമ്മൾ ലിംഗ വിവേചനം നടത്തുന്ന ഒരു ആക്ട് ആണ്. അത് വേണ്ട അല്ലെ, അത് തടഞ്ഞിരിക്കുന്നതാണ്. അതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ നോക്കുക. ദ പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നാച്ചുറൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്. അപ്പൊ ഇത് എന്നാണ് അപ്രൂവ് ചെയ്ത് വന്നിരിക്കുന്നത്? ഈ ആക്ട് വന്നിരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 20, 1994 തുടങ്ങിയാണ് ഈ ആക്ട് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഈ ആക്ട് പ്രകാരം എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ലേ? അതായത് നമുക്കറിയാം പെൺകുട്ടി അല്ലെ ലിംഗ വിവേചനം, അത് എന്താണ്, ആൺകുട്ടിയാണോ? ഓക്കെ, സ്കാനിംഗ് സെന്ററിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് ചെയ്യരുതെന്നുള്ള, അത് തടഞ്ഞുകൊണ്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ആക്ട് ആണ് വന്നിരിക്കുന്നത്. അതായത് ആക്ടിന് കീഴിലുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ അല്ലെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം നിയമവിധേയമാകേണ്ടതായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ വരും. വീണ്ടും പറയുന്നത് എന്താണ്? ആക്ട് ഈസ് ദ
state approved to stop the female feticide that has resulted in a declining female sex ratio in India. അതിങ്ങനെ പറയാൻ കാരണം പെൺഭ്രൂണഹത്യ അല്ലെ? നമുക്കറിയാം കുട്ടികളെ നേരത്തെ കൂട്ടി തിരിച്ചറിഞ്ഞ് പെൺഭ്രൂണഹത്യ ഉണ്ടായിരുന്ന കാലഘട്ടത്തില് അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ആക്ട് നിലവിൽ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ കാലഘട്ടത്തിലൊന്നും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമായിട്ടില്ല അല്ലെ? ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ആക്ട് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഫീമെയിൽ ഫെസ്റ്റിസൈഡ് എന്ന് പറയുമ്പോൾ പെൺഭ്രൂണഹത്യ. ഓക്കെ, അതായത് സ്ത്രീ പുരുഷ അനുപാതം അത് നിലനിർത്തിക്കൊണ്ട് പോവാനായിട്ട് അല്ലെ ആണ് ആ റേഷ്യോന്റെ കാര്യം പറയുന്നത്. State approved to stop a female feticide that has resulted in a decline in female sex ratio in India. ഇന്ത്യയില് പെൺഭ്രൂണഹത്യ അത് ആ ഒരു അനുപാതം, ആ ഒരു സ്ത്രീ പുരുഷ അനുപാതം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല പെൺഭ്രൂണഹത്യ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ഈ ആക്ട് നിലവിൽ വന്നതെന്നാണ് 20th September 1994 Then അതിന്റെ ആ ഒരു എന്തല്ല അബ്രിവേഷനും നോട്ട് ചെയ്തേരെ എന്താണ് അത് എക്സ്പാൻഡഡ് ഫോം ദ പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്. ക്ലിയർ ആയോ? ആ ഡേറ്റ് ഓർത്ത് വെക്കുക, അതേമാതിരി തന്നെ എക്സ്പാൻഡഡ് ഫോം ഓർത്ത് വെക്കുക. അത് മാത്രമല്ല അതെന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ? അത് ഒന്നാമതായിട്ട് ഫീമെയിൽ ഫെസ്റ്റിസൈഡ് അല്ലെ, സ്റ്റോപ്പ് ദ ഫീമെയിൽ ഫെസ്റ്റിസൈഡ്. എന്താണ് ഡിക്ലൈനിങ് ഫീമെയിൽ സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ. അത് കൃത്യമായിട്ട് ആ ഒരു സ്ത്രീ പുരുഷ അനുപാതം നിലനിർത്തി കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? ആണോ? നോട്ട് ചെയ്തോ? അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റുകൾ പഠിച്ചു പോവുക. ഡേറ്റ് ഓർത്ത് വയ്ക്കുക, എക്സ്പാൻഡഡ് ഫോം ഓർത്ത് വയ്ക്കുക, പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്. നമുക്കറിയാം ഫീമെയിൽ ഫെസ്റ്റിസൈഡ് അല്ലെ, സ്റ്റോപ്പ് ദ ഫീമെയിൽ ഫെസ്റ്റിസൈഡ്, ഡിക്ലൈനിങ് ഫീമെയിൽ സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ. ഓക്കെ, ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് നോക്കുമ്പോ MTP ആക്ട്. TCP DNT തന്നെയാണ്. ഓക്കെ, നമുക്കത് നോക്കാം. ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971. എന്താണ് ഇതിൽ പറയുന്നത്? അത് അബ്രിവേഷൻ നോട്ട് ചെയ്യുക. മെഡിക്കൽ ടെർമിനേഷൻ MTP ആക്ട് എന്ന് പറയുമ്പോൾ എക്സ്പാൻഡഡ് ഫോം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971. The act പറയുന്നത് an act to provide for the stoppage of a certain pregnancy by registered medical practitioners and for matters linked therewith. അതായത് ചിലപ്പോ അല്ലെ ഒരു പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, അതായത് ആരോഗ്യ നില കണക്കിലെടുത്തിട്ട് ഡോക്ടേഴ്സിന് അത് തീരുമാനിക്കാനുള്ള അധികാരവും കൂടി കൊടുക്കും. അതായത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ഡോക്ടേഴ്സിന് അത് an act to provide for the stoppage of a certain pregnancies by registered medical practitioners and for a matter linked therewith. മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് അല്ലെ ചില ഡോക്ടേഴ്സിന്, ഗൈനക്കോളജി വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സിന് ഇത്തരത്തിലുള്ള പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുക്കുന്നുണ്ട് ഈ ആക്ട് പ്രകാരം. അതിന് ഫോർ മാറ്റേഴ്സ് ലിങ്കഡ്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തുന്നു അല്ലെ. എന്തുകൊണ്ടാണ് ചില സമയങ്ങളിൽ ചില അസുഖങ്ങളൊക്കെ വരുന്ന ടൈമുകളിൽ പ്രഗ്നൻസി അല്ലെ അത് ചിലപ്പോ കുട്ടിയെയും കൂടിയും ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു അധികാരം വിട്ടുകൊടുക്കുന്നത്. അത് ഈ ആക്ടിന്റെ കീഴിലാണ് അത്തരത്തിലുള്ള നിയമാവലികൾ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971. ആണോ?
അത് പ്രത്യേകം പറയുന്നുണ്ട്, സെർട്ടൈൻ പ്രഗ്നൻസി അല്ലെ, ചില ഗർഭധാരണങ്ങൾക്ക് മാത്രമാണ് അതിനുള്ള ഇത് വിട്ടുകൊടുക്കുന്നത്. ഓക്കെയാണോ? അതായത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്നത് 1971 ആക്ട് പറയുന്ന പ്രകാരം എന്താണ്, പ്രൊവൈഡ് ഫോർ ദ സ്റ്റോപ്പേജ് ഓഫ് സർട്ടൈൻ പ്രഗ്നൻസീസ്. അതായത് ചില ഗർഭധാരണങ്ങൾ അത് നിർത്തലാക്കേണ്ട ആവശ്യകതകൾ വരുന്നു ചിലപ്പോൾ. അതായത് അല്ലെ, ഡോക്ടേഴ്സിന് അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. അതിന് പെർമിഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്തിട്ട് മാത്രമാണ് അതിനുള്ള പെർമിഷൻ ആ ഡോക്ടറിന് അനുവദിച്ചു കൊടുക്കുന്നത്. ഓക്കെ, the Medical Termination Pregnancy Act 1971, an act to provide for the stoppage of certain pregnancies by registered medical practitioners. Registered medical practitioners ആണ് അത് നിർവഹിക്കാനുള്ള അധികാരം കൊടുക്കുന്നത്. ആൻഡ് ഫോർ മാറ്റേഴ്സ് ലിങ്ക്ഡ് വിത്ത് thereof. അതായത് ഈ റൂൾസിന്റെ, ഈ ആക്ടിന്റെ കീഴിൽ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് ഫോളോ ചെയ്തിട്ട് ഇത് സ്റ്റോപ്പേജ് ചെയ്യാനുള്ള അധികാരം കൂടി അവർക്ക് വിട്ടുകൊടുക്കും. ഓക്കെ, ഓക്കെ. അപ്പൊ ഈ 2 പോയിന്റ് ഒക്കെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടതാണ്. കുറച്ച് പോയിന്റ് ഒക്കെ അല്ലാതൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല കുറച്ച് ആക്ടുകളുടെ പേരുകളൊക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, അത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 ഓർത്ത് വെക്കുക. അതേമാതിരി തന്നെ PCPNDT അതുമായി ബന്ധപ്പെട്ട 2-3 പോയിന്റ്സ് നോട്ട് ചെയ്യാൻ പറഞ്ഞു. അത് മസ്റ്റായിട്ട് തന്നെ നോട്ട് ചെയ്യുക. പിന്നെ NTP ആക്ട്, അതും അബ്രിവേഷൻസ് ഒക്കെ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോമും ഇയറും ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് ആണ്. നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് ഒക്കെ കുറിച്ച് ഡിസ്കസ് അല്ലേ, അത് നമുക്ക് അറിയാവുന്നതാണ്. അതായത് ബയോ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ പലതരത്തിലുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നല്ലപോലെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതില് എന്താണ് ഇത്തരത്തിലുള്ള അല്ലെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് എന്ന് പറയുമ്പോൾ the biomedical waste management and handling rules 1998 came into operation in 1998. Biomedical waste must not be mixed with the other waste. അതായത് അത് നിലവിൽ വരുന്നത്, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നിലവിൽ വരുന്നത് 1998 മുതലാണ്. അതിൽ എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്, ബയോമെഡിക്കൽ വേസ്റ്റുകൾ അതായത് ജൈവ മാലിന്യങ്ങളൊന്നും തന്നെ എന്താണ് മറ്റുള്ള വേസ്റ്റുകളുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല എന്ന് നിയമം പറയുന്നു. Then second point പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് must be stored out of containers or bags at the point of generation before its storage, transportation, terminal treatment and disposal. അതായത് നമ്മൾ ഇൻ കേസ് ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോൾ അല്ലെ ബയോമെഡിക്കൽ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും. നമുക്കറിയാം ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകളൊക്കെ അവിടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ നടപ്പാക്കുന്ന സമയത്ത് തന്നെ വേർതിരിച്ചിടാം അല്ലെ. കൃത്യമായിട്ട് തന്നെ നമ്മൾ എന്താണ് കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ആ ടൈമിൽ തന്നെ അത് നിക്ഷേപിച്ച് പോകാം. അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നതിന് ആ ടൈമിലൊക്കെ, അതായത് എല്ലാം കൂടി ഒന്നിച്ച് കളക്ട് ചെയ്തിട്ടല്ല അത് ഡിസ്പോസ് ചെയ്യേണ്ടത്, അത് വേർതിരിച്ച് തന്നെ അത് വെക്കേണ്ടതാണ്. അതാണ് നിയമം അനുശാസിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് ബി സ്റ്റോർഡ് ഔട്ട് ഓഫ് കണ്ടെയ്നേഴ്സ് ഓർ ബാഗ്സ് അല്ലെ. ബാഗിലോ കണ്ടെയ്നേഴ്സിലൊക്കെ ശേഖരിച്ച് വെക്കാം. അവിടെ ശേഖരിച്ച് വെക്കേണ്ട ടൈം എടുത്ത് പറയുന്നുണ്ട് ട്രീറ്റ്മെന്റിന്റെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് മുമ്പ് അല്ലെ. അത് ഒന്നിച്ചെല്ലാം മിക്സ് ചെയ്തിട്ടല്ല അത് വേർതിരിക്കേണ്ടത്. വേർതിരിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ തന്നെ എന്താണ് അത് കൃത്യമായിട്ട് തന്നെ വേർതിരിച്ച് തന്നെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നുള്ള ബിന്നിൽ തന്നെയാണ് ശേഖരിക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, വീണ്ടും എന്താണ് ലാസ്റ്റ് ഒരു പോയിന്റും കൂടി ഉണ്ട്. പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012. ഇതിന്റെ ക്ലിയർ ഒന്ന് ഓർത്ത് വെച്ചേ കേട്ടോ. 1998 ഇവിടെ എന്താണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012.
അതായത് നമുക്ക് ഹോസ്പിറ്റലിലും എന്തെങ്കിലും ഡാമേജസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ് ഈ ആക്ട് പ്രാബല്യത്തിൽ വരുന്നത് 2012 മുതലാണ്. An act to be violence against healthcare service persons and to prevent damage and loss to property in healthcare service institution and for matters related therewith. അതായത് നമുക്കറിയാം ചിലപ്പോഴൊക്കെ ന്യൂസിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ, ഡോക്ടേഴ്സിനെ വരെ ആക്രമിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ, ഡോക്ടർ വരെ മരണപ്പെട്ട സംഭവങ്ങളൊക്കെ ഇല്ലേ. ഓക്കെ, അപ്പൊ നമുക്കറിയാം അവർക്ക് അല്ലെ പ്രൊട്ടക്ഷൻ കിട്ടേണ്ടതാണ്. അപ്പൊ ഹോസ്പിറ്റലിനും പ്രൊട്ടക്ഷൻ കിട്ടേണ്ടതാണ്. അപ്പൊ അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആക്ട് ആണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് പ്രോപ്പർട്ടി ആക്ട്. ഇതിൽ പ്രകാരം എന്താ പറയുന്നത്, ആരോഗ്യ പരിപാലന സേവന സ്ഥാപനങ്ങൾക്കെതിരെയുള്ള അക്രമം നിരോധിക്കുന്നതിന് അല്ലെ, അത് നിരോധനാത്മകമാണ് എന്ന് അനുശാസിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ആരോഗ്യ സേവന സ്ഥാപനത്തിലെ സ്വത്തുക്കൾക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് അവിടെ അതൊന്നും ആക്ച്വലി അവിടെയുള്ള വർക്കേഴ്സിനെതിരെ ആക്രമണമൊന്നും നടക്കാൻ പാടില്ല. അത് മാത്രമല്ല എന്താണ്, കേടുപാടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ് ആക്ട് ടു ആൻഡ് വയലൻസ് അഗേൻസ്റ്റ് ഹെൽത്ത് കെയർ സർവീസ് പേഴ്സൺസ് ആൻഡ് ടു പ്രിവെന്റ് ഡാമേജ് അല്ലെ. അവിടെ വർക്കേഴ്സിനിടയിൽ വയലൻസ് കാണിക്കുന്നത് നിരോധനാത്മകമാണ്. അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഡാമേജ് വരുത്തുന്നതും തടഞ്ഞിരിക്കുന്നത് ഈ ഒരു ആക്ടിന്റെ കീഴിലാണ്, നിയമാവലിയുടെ കീഴിലാണ് നമുക്ക് ബലം നൽകുക അല്ലെ. അവിടെയുള്ള ഹോസ്പിറ്റലിലും വർക്കേഴ്സിനൊക്കെ ബലം നൽകുന്ന ഒരു ആക്ട് ആണ് ഇത് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ഡാമേജ് പ്രോപ്പർട്ടി ആക്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിലും പറയാം. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് എടുത്തില്ലേ നിങ്ങൾക്ക്? എടുത്തോ? ആരെങ്കിലും ബയോമെഡിക്കൽ വേസ്റ്റിനെ കുറിച്ചിട്ട് എടുത്തിട്ടുണ്ടോ ക്ലാസ്? ആ ചാപ്റ്റർ എടുത്തോ? അല്ലെ, അപ്പൊ അതില് 1998 കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അല്ലെ, ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇല്ലേ? പറയുന്നില്ല, പറഞ്ഞു പോകുന്നുണ്ടാവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? വായിച്ചു നോക്കട്ടോ. വായിച്ചു നോക്കാം. ലീഗൽ ഇഷ്യൂ അത്ര നല്ല സുഖമുള്ള ചാപ്റ്റർ അല്ല അല്ലെ. ചെറുതാണെങ്കിലും കുറെ നിയമാവലികളൊക്കെയാണ്. എന്നാ ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമില്ല അല്ലെ. കുറച്ച് പോയിന്റ്സ് മാത്രം, അതെന്താണെന്നുള്ളതും വ്യക്തമായിട്ട് തന്നെ അവരും കൃത്യമായിട്ട് ഇതിൽ നിർദ്ദേശിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാനായിട്ടാണ്. അതായത് ആക്ടുകളുണ്ട്, ആക്ടുകളിൽ ഇന്നിന്ന ടൈമുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്, ഇന്നിന്ന ആൾക്കാർക്കാണ് അതുമായി ബന്ധപ്പെട്ട് അല്ലെ കുറച്ചും കൂടി ഫേവറബിൾ ആയിട്ടുള്ളത്. അതായത്
നമുക്കറിയാം ചിലത് അവിടെയുള്ള വർക്കേഴ്സിന് ഫേവറബിൾ ആയിട്ടുണ്ട്, പേഷ്യൻസിന് അനുകൂലമായിട്ടുള്ള കുറെ നിയമാവലികളുണ്ട്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് അവിടെ അല്ലെ. അങ്ങനെയുള്ള എല്ലാ നിയമാവലികളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ. അതിന് മോക്ക് ടെസ്റ്റില് ഞാൻ മിക്കവാറും ക്വസ്റ്റ്യൻസ് ഇട്ട് പോകുന്നുണ്ട്. അതിൽ നിന്ന് നമുക്കറിയാം ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 4-5 ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം ഓരോ എക്സാമിനും അല്ലെ നമുക്ക് കിട്ടാറുള്ളൂ. പൊതുവെ അങ്ങനെയാണ് ലഭ്യമാകുകയുള്ളൂ. കാരണം ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം ഒരു 3-4 ക്ലാസ്സുകൾ കവർ ചെയ്തിട്ടായിരിക്കും ഓരോ ചാപ്റ്റേഴ്സും പോണത്. അപ്പൊ അതിൽ കൂടെ തന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇടുന്നുണ്ട്. അതെ അതെ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് തന്നെയാണ് NGO എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ബ്രാക്കറ്റില്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്. ഓക്കെ, പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സില് സെക്കൻഡ് ആയിട്ട് പോയിന്റ് complete information with regard to diagnosis, treatment and prognosis. അതായത് അവിടെ പേഷ്യന്റിന് എല്ലാം അറിയാനല്ലേ, കംപ്ലീറ്റ് ഇൻഫോർമേഷൻ വിത്ത് എല്ലാ ഇൻഫോർമേഷൻസും. അതായത് എന്താണ് രോഗനിർണയം, എന്താ ഇപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിലെ അപ്പോയിന്റ്മെന്റ് അല്ലെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു രോഗാവസ്ഥയിലായിരിക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ അതിന്റെ രോഗനിർണയം എന്താണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്, അതിന്റെ അല്ലെ പുരോഗതി എന്താണ്. ഇൻ കേസ് നമ്മള് വീണ്ടും ഒരു 3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ വരാൻ പറയുമ്പോഴും അതിനെന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ, നമ്മൾ കഴിച്ച മെഡിസിനിൽ നിന്ന് എന്തെങ്കിലും പ്രോഗ്രസീവ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനുള്ള അവകാശവും ഓരോ പേഷ്യന്റിനും ഉണ്ടായിരുന്നു. ക്ലിയർ ആണോ? കംപ്ലീറ്റ് ഇൻഫോർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, അതായത് രോഗനിർണയം, ട്രീറ്റ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് എന്താണ് നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ തീർച്ചയായിട്ടും പറയാം ഇന്ന മെഡിസിൻ ഇത്ര ദിവസം കഴിക്കുക, ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. ഡോക്ടർ പറയില്ലേ എങ്ങനെ. വീണ്ടും നമുക്ക് അതിന്റെ പ്രോഗ്നോസിസ് എന്ന് വെച്ചാൽ അതിന്റെ കൂടുതൽ പുരോഗതി അല്ലെ, എത്രത്തോളം മാറ്റങ്ങൾ വന്നു എന്നുള്ളതൊക്കെ അറിയാനുള്ള അവകാശം. നെക്സ്റ്റ് തേർഡ് പോയിന്റ് പറയുകയാണെങ്കിൽ പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ഫ്രം എ ഡോക്ടർ ബിഫോർ ഹി ഗിവ്സ് കോൺസെന്റ്. അതായത് അദ്ദേഹത്തിന്റെ സമ്മതത്തോട് കൂടിയിട്ട് എല്ലാ ഇൻഫോർമേഷൻസും അതിന് കൃത്യമായിട്ട് അറിയാനായിട്ട് ഡോക്ടറിന്റെ മുമ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും അല്ലെ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, അതായത് നമ്മൾ ഇൻ കേസ് നഴ്സുമാരിൽ നിന്നല്ല അറിയാൻ ഉദ്ദേശിക്കുന്നത്, ഡോക്ടറിൽ നിന്ന് തന്നെ അറിയാം. ഓക്കെ, നിങ്ങളുടെ രോഗം ഇതാണ്, ഈ രോഗത്തിന് ഇങ്ങനെയൊക്കെയാണ് ചികിത്സ, ആദ്യം മെഡിസിൻസ് കഴിക്കുക അല്ലെ. നിങ്ങൾ എന്നിട്ടായിരിക്കും ഡോക്ടർ പറയാ, നഴ്സുമാര് അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ചെയ്യും, മെഡിസിൻസ് ഒക്കെ അവർ തരും എന്ന് പറയുന്നു അല്ലെ. അങ്ങനെയല്ലേ ആവാറ്. അത് തീർച്ചയായിട്ടും ഡോക്ടറിൽ നിന്നുള്ള അറിയാനുള്ള അവകാശമുണ്ട് എന്നാണ് അവിടെ ആ പോയിന്റ് നിഷ്കർഷിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, വേറെ ഏതെങ്കിലും പോയിന്റ്? ഓക്കെ, അപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ടെസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതൊന്ന് മാർക്ക് ചെയ്തേക്കിട്ടോ നോട്ട് ചെയ്തേക്കിട്ടോ എന്ന് പറയുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോക്കാം. ജസ്റ്റ് എന്തായാലും എല്ലാം വായിച്ചു നോക്കാന്ന് തന്നെ ഞങ്ങൾ പറയുള്ളൂ. എനിവേ എന്താണ് നോട്ട് ചെയ്തേക്കുന്ന ഭാഗം തീർച്ചയായിട്ടും മസ്റ്റായിട്ട് നോക്കിയിട്ട് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യും. ഒപ്പം മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലെ. പ്രത്യേകിച്ച് അബ്രിവേഷൻസ് ഉണ്ടെങ്കിൽ ഒന്നും വിട്ടുകളയാനായിട്ട് വെക്കേണ്ട. കാരണം മിക്കവാറും ക്വസ്റ്റ്യൻസിൽ പെടാറുണ്ട് ഈ അബ്രിവേഷൻസ്, എവിടെന്നെങ്കിലും മിക്കപ്പോഴും കാണാറുണ്ട്. കാരണം ഈ മെഡിക്കൽ ടേംസ് ആയതുകൊണ്ട് മിക്കവാറും എല്ലാ കാര്യങ്ങളും അബ്രിവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും അവര് ഇത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് അല്ലെ മസ്റ്റ് ആണ്. ഓക്കെ, ഇന്നലത്തേന് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞതൊക്കെ അടയാളപ്പെടുത്തി കാണും അല്ലെ. പ്രിവെൻഷൻ ആക്ടിന്റെ പേര്
ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ആണെങ്കിലും ഇയർ ഇമ്പോർട്ടന്റ് ആണ്, കാണാറുള്ളതാണ്. ഇതാണെങ്കിലും അബ്രിവേഷനും ആ ഇയർ ഇമ്പോർട്ടന്റ് ആണ്. PCPNDT ആക്ട് അത് കാണാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടുള്ള അല്ലെ, രണ്ട് കാര്യങ്ങൾ അതിൽ പ്രധാനമായിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. പിന്നെ ഈ ഭാഗങ്ങൾ വെറുതെ വിട്ടേക്കുന്നതാണ്, അതിലൊന്നും പ്രത്യേകിച്ച് ചോദിച്ച് കാണാറൊന്നുമില്ല. അതേമാതിരി തന്നെ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 റയറായിട്ടൊക്കെയാണ് കണ്ടിട്ടുള്ളൂ. ദെൻ അബ്രിവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ നോട്ട് ചെയ്ത് പോവുക. പിന്നെ ബിൽ ഓഫ് റൈറ്റ്സ് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ടും അറിയാവുന്നതാണ് നമുക്ക്, എന്നാലും അത് വായിച്ച് മനസ്സിലാക്കിയേക്കുക. കാരണം ബിൽ ഓഫ് റൈറ്റ്സിൽ പെടുന്നവ ഏതൊക്കെയാന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു പേഷ്യന്റ് അവകാശപ്പെട്ടതാണ് അല്ലെ, അത് നമുക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. അതെന്തായാലും മസ്റ്റ് ആയിട്ടൊന്ന് ഫുൾ ആയിട്ടൊന്ന് വായിച്ച് നോക്കിയേക്കാം. ഇതിന്റെയൊക്കെ നമ്മള് അബ്രിവേഷൻസ് പറഞ്ഞു അല്ലെ. ഇതിൽ പ്രധാനമായിട്ടും റയർ ആയിട്ടൊക്കെയാണ് ഇത്രയും പേഴ്സണലിൽ കൂടുതലുള്ളവര് അല്ലെ. നേഷൻ ഫോർമുല ഡീൽസ് കേസ് ഇത്രയും കേസുകളെ കുറിച്ചിട്ടൊന്നും കാണാറില്ല, കണ്ടിട്ടില്ല. മിക്കപ്പോഴും അതൊന്നും കണ്ടിട്ടില്ല. പൊതുവെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴ് ആക്ടുകളുടെ ഇയറുകള് അത് മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ലോ ഓഫ് തോട്ട്സ് അത് എവിടെ നിന്ന് വരുന്നു, അതിന്റെ മീനിങ് എന്താണ് അതിന്റെ ഡെഫിനിഷൻ അടക്കം ചിലപ്പോൾ ചോദ്യങ്ങൾ കാണാറുണ്ട്. അതെന്താന്നുള്ളത് നോട്ട് ചെയ്യാം. മിക്കവാറും ഇതിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് എന്താ പറയാ 3-4 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അബ്രിവേഷൻ ഉണ്ടാവും, ഇയർ ഉണ്ടാവും, പിന്നെ ഏതെങ്കിലും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഏതെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങള്. പിന്നെ ഇത് കാണാറുണ്ട്, wages must be paid during first 7 days in month അല്ലെ, ഓഫ് ദ മന്ത്. അത് ഇങ്ങനെ ചിലപ്പോഴൊക്കെ 15 ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ 10 ഡേയ്സിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ കാണാറുണ്ട്. ആ ഒരു ഡേയ്സ് അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഞാനിത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. മോക്ക് ടെസ്റ്റിൽ മാറിപ്പോയതാണ് 1948 എന്നുള്ളത്. 1952 തന്നെയാണ് എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ആക്ട്. പിന്നെ ലോ എന്താണ്, എത്തിക്സ് എന്താണ്, അത് മസ്റ്റ് ആയിട്ടും നോട്ട് ചെയ്ത് വെക്കാം. ഇതില് മെഡിക്കൽ ലീഗൽ കേസസ് ഏതെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്. അതായത് അല്ലെ, ഏതൊക്കെ കേസുകൾ മെഡിക്കൽ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട് വരാറുണ്ടെന്നുള്ളത് നമ്മൾ എടുത്തതാണ്. ഇത്രയും പോയിന്റ്സിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഓക്കെ. ലോയുടെ ആ ഡെഫിനിഷൻസ് ചിലപ്പോഴൊക്കെ മാറി ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ലോ ഇസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ വിച്ച് സ്റ്റേറ്റ് ഇമ്പോസസ്, സ്റ്റേറ്റ് അടിച്ചേൽപ്പിക്കുന്ന എന്നുള്ള രീതിയിൽ ചോദിച്ചു കാണാറുണ്ട്. അതായത് തന്നെ എന്താണ്, മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. അത് ഹ്യൂമൻ ആക്ഷന്റെ പ്രവൃത്തികളെ ലീഡ് ചെയ്യുന്ന റൂൾസുകളാണെന്നുള്ള രീതിയിലും ലോ കാണാറുണ്ട്. അതുകൊണ്ട് ആ ടേംസുകൾ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, എത്തിക്സ് ആണെങ്കിലും അതേമാതിരി തന്നെ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെ, അത് മെൻഷൻ ചെയ്യുന്നത് എന്താന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ദാഷ് മെൻഷൻ ഹൗ എംപ്ലോയർ ഓർ മെമ്പേഴ്സ് ഹൗ ടു ആസ്പെക്ട് ആക്ട് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. അതിനെയാണ് നമ്മൾ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. അത് മെൻഷൻ ചെയ്യുന്നതാണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ അടുത്ത ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാന്ന് ഓർത്തതാണ്. അടുത്ത ചാപ്റ്റർ നോക്കാം. അതായത് വലിയ ചാപ്റ്റർ ആണ്, എപ്പോ തീരുമെന്ന് അറിയില്ലേ. നമുക്കാണെങ്കിൽ ഫോർത്ത് മൊഡ്യൂളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ ചാപ്റ്റർ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആക്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ മനസ്സിലാക്കിയെടുക്കാൻ ആക്ട് പറയുന്നത് എന്തോ അത് അനുശാസനമായിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. കൂടുതൽ കൂട്ടിച്ചേർക്കാനും പറ്റില്ല, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തരേണ്ടതുമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇച്ചിരി സമയമൊക്കെ എടുക്കേണ്ടി വന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് എടുക്കാം. എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. എല്ലാവരുടെയും കയ്യിലുണ്ടോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ഐഡിയെങ്കിലും നമുക്ക് വെക്കാം. അപ്പൊ അടുത്ത ക്ലാസ് തുടങ്ങി നമുക്ക് അങ്ങോട്ട് സ്പീഡിൽ എടുത്ത് പോവാം. അതായത് സ്പീഡിലാണെന്നല്ല, മനസ്സിലാവുന്ന മാതിരി തന്നെ പോകാം. എങ്കിലും വിചാരിച്ച ഇത്രയും സ്ലോയില് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ആ ചാപ്റ്റർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരുപാടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴാണോ മനസ്സിലാവാത്തത് അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് തന്നെ നമുക്ക്
ഓക്കെ, കയ്യിലുണ്ടോ? എല്ലാവരുടെയും കയ്യിലുണ്ടോ? ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മള് ഹോസ്പിറ്റലിൽ ഒന്ന് കണക്കിലെടുത്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ബിൽഡിങ്ങിനുള്ളില് പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? വർക്ക് ചെയ്യുന്നുണ്ടോ? ഹ്യൂമൻ ബീയിങ്സ് ആണ് അവിടെ ഒരുപാട് വർക്ക് ചെയ്യുന്നത് അല്ലേ? നമ്മൾ അവിടെ കയറി ചെല്ലുന്നതും ഒരു പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കയറി ചെല്ലുന്നത് മുതൽ നമ്മുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ മെഷീന്റെ ഹെൽപ്പൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ മോസ്റ്റ്ലി നമുക്കറിയാം അവിടെ ഹ്യൂമന്റെ വർക്കാണ് മാക്സിമം അവിടെ വരുന്നത് അല്ലെ? ആണോ? അല്ലേ? അതെ അല്ലെ? നമ്മൾ മറ്റേതൊരു സ്ഥാപനങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഒരു പക്ഷെ മെഷീന്റെ വർക്കായിരിക്കും ഒരുപാടുണ്ടാവും. ഒരു പ്രൊഡക്ഷൻ സെന്റർ ഒക്കെ എടുത്ത് ചിലപ്പോൾ അവിടെ മെഷീനാണ് അത് ഉത്പാദിപ്പിക്കണമെങ്കിൽ അസംസ്കൃത സാധനങ്ങളൊക്കെ സമാഹരിച്ചിട്ട് അതിലേക്ക് മെഷീനിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെ? അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, അത് പ്രൊഡക്റ്റ് ചെയ്ത് തരും. അപ്പൊ അവിടെ ഹ്യൂമന്റെ എഫേർട്ട് എന്ന് പറയുന്നത് കുറച്ചായിരിക്കും, കാരണം മെഷീനായിരിക്കും അവിടെ ഉത്പാദന കാര്യങ്ങളൊക്കെ നടപ്പാക്കുക. അതേസമയം ഇവിടെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടെ വർക്കേഴ്സ് ആണ്, ഹ്യൂമൺ ആയിട്ടുള്ള വർക്കേഴ്സ് ആണ് അവിടെ ധാരാളമായിട്ട് വരുന്നത്. പിന്നെ ഇൻ കേസ് നമുക്കറിയാം ഏതൊരു സാധനമാണെങ്കിലും മെഷീൻ വർക്ക് ചെയ്താലും അവിടെ അതിന്റെ പിന്നില് ആരുടെ ഒരു റോൾ ഉണ്ട്? നേരത്തെ പറഞ്ഞ മാതിരി ഓക്കെ, മെഷീൻ മെറ്റീരിയൽ മണി. ഓക്കെ, അതായത് നമ്മള് മെഷീനാണ് വർക്ക് ചെയ്യണമെങ്കിലും അവിടെ ഒരു പിന്നില് അതിന്റെ പിന്നിൽ ഇൻ കേസ് ഒരു സ്വിച്ച് ഇടാനെങ്കിലും വേണ്ടിയിട്ട് അവിടെ ഒരാളുണ്ടായിരിക്കണം. മനുഷ്യന്റെ ഒരു അല്ലെ ഹ്യൂമന്റെ റിസോഴ്സ് പവർ അവിടെ ആവശ്യമാണ് അല്ലെ? ഹ്യൂമന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ ഹ്യൂമന്റെ ഒരു ആവശ്യകതയുണ്ട്. ഏതൊരു സ്ഥാപനമാണെങ്കിലും അത് നല്ല കാര്യക്ഷമമായിട്ട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവിടെ ഹ്യൂമന്റെ എഫേർട്ട് ആവശ്യമാണ്. മനുഷ്യന്റെ ഒരു കഴിവ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. അതായത് അവിടെ ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ മനുഷ്യന്റെ എഫേർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇൻ കേസ് നമുക്കറിയാം ഇതിൽ എവിടുന്നേലും ഇപ്പൊ ഇവിടെ ഇൻഫോം ചെയ്ത് മെഷീൻ മണി ഇതൊക്കെയുള്ള സംഭവങ്ങൾ വിഭവങ്ങളൊക്കെ ഒരു സ്ഥാപനത്തിന് നടത്തിക്കൊണ്ട് പോകുന്നതിന് ആവശ്യമാണെന്നുള്ള കാര്യമൊക്കെ കണ്ടു അല്ലെ? ജസ്റ്റ് ഒരു മെസ്സേജ് കണ്ടു. അത് ഉണ്ട് എങ്കിൽ കൂടി അവിടെ മോസ്റ്റ്ലി എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ എഫേർട്ടാണ്. ആണോ? ശരിയാണോ? ഞാൻ പറയുന്നത് ശരിയാണോ? അതെ അല്ലെ? നല്ല കഴിവ് നല്ല വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടെങ്കിൽ കൂടി അതിന്റെ പിന്നില് സ്വിച്ച് ഇടാനെങ്കിലും മനുഷ്യന്റെ ഒരു കഴിവ് അവിടെ ആവശ്യമാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് നല്ല രീതിയിൽ ഇപ്പൊ ഒരു ആ മെഷീൻ രൂപകൽപ്പന ചെയ്യുന്നത് വരെ മനുഷ്യന്റെ ഐഡിയയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹ്യൂമന്റെ റിസോഴ്സ് എപ്പോഴും പ്രധാനപ്പെട്ട കാര്യമാണ്. ഹോസ്പിറ്റലിലാവുമ്പോൾ നമുക്കറിയാം അവിടെ വർക്കേഴ്സ് ആണ് പ്രധാനമായിട്ടും അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ? ഹ്യൂമന്റെ എഫേർട്ട് ആണ് അവിടെ കൂടുതലായിട്ട് വേണ്ടി വരുന്നത്. ജസ്റ്റ് ഇൻട്രോയിലേക്ക് പോകാം. ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്. ഓക്കെ, ഇവിടെ ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ ഒരു പ്രധാനമായിട്ടും വരുന്നത് ഹോസ്പിറ്റലിനെ മാത്രം റെപ്രസെന്റ് ചെയ്തിട്ടല്ല ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ എല്ലാ സ്ഥാപനങ്ങളെയും കൂടി എല്ലാ സ്ഥാപനത്തിലും ഹ്യൂമന്റെ എഫേർട്ട് ഉണ്ട് എന്നുള്ള ആ ഒരു അസംഷൻ തന്നെയാണ് ഇതിനകത്ത് ഈ ചാപ്റ്ററിലുടനീളം വിവരിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മൾ കണ്ട എത്തിക്കൽ ആൻഡ് ലീഗലിൽ വരെ എന്താണ് ഹോസ്പിറ്റൽ അല്ലാത്ത ഷോപ്പിനെ കുറിച്ചിട്ടൊക്കെ കണ്ടു അല്ലെ? അതുമാതിരി തന്നെയാണ് ഈ ചാപ്റ്ററിലും ഹ്യൂമന്റെ റിസോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഹോസ്പിറ്റലിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടല്ല എല്ലാത്തിനെയും കൂടി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതില് എല്ലാം കൂടി മനസ്സിലാക്കി പോവുക. കുഴപ്പമില്ല, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പക്ഷെ ഇത്തിരി സ്പീഡിൽ പോകേണ്ടതായിട്ട് വരുന്നത് മാത്രമേ ഉള്ളൂ. Okay, in order to achieve the organizational goals, which are mostly likely to be multiple, a well-run organization devises a set of rules, sometimes called policies, programs, rules, regulations, procedures, or guidelines. So, ഇവിടെ എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്?
അതായത് ഒരു ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യങ്ങളുണ്ട് അല്ലെ, ഹോസ്പിറ്റൽ അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്, ഒരു സ്ഥാപനത്തിന് അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ നേടിയെടുക്കണമെങ്കിൽ എന്താണ് അവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടപ്പാക്കേണ്ടതുണ്ട് അല്ലെ. സംടൈംസ് കോൾഡ് പോളിസീസ്, പ്രോഗ്രാംസ്, റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ്, ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ആ സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള കുറെ നിയമങ്ങൾ ഉണ്ടാവും, പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, റൂൾസുകൾ അല്ലെ, നിയമാവലികൾ, നടപടിക്രമങ്ങൾ, അതേമാതിരി തന്നെ എന്താണ് ഫോളോ അപ്പുകൾ, ഗൈഡ് ലൈൻസ്, മാനദണ്ഡങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ. വെറുതെ ആരെങ്കിലും പോയി ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യോ? ഇല്ല അല്ലെ. ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട്, ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അതിനോടൊപ്പം കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളും, നമ്മളിപ്പോ ഒരു ബിസിനസ് ഫേം അല്ലെങ്കിൽ ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്കറിയാം കുറെ ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. അതിന് കുറെ നിയമാവലികളൊക്കെ നടപ്പാക്കി കൊണ്ടുവരണം, അതിനനുസരിച്ചിട്ടുള്ള കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരണം, അതിനല്ലെങ്കിൽ നടപടിക്രമങ്ങളെല്ലാം ഫോളോ ചെയ്ത് അല്ലെ. നമ്മൾ കണ്ടു ആക്ടിന്റെ കുറെ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ അതിന്റെ നിയമാവലി വശങ്ങളും കാര്യങ്ങളൊക്കെ നടപ്പാക്കി കൊണ്ടുപോകണം. അങ്ങനെ ഒരുപാട് കടമ്പകൾ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു സ്ഥാപനം സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ക്ലാസ് എടുക്കുന്നില്ല, ജസ്റ്റ് അതിനെ കുറിച്ച് ഒരു ഐഡിയ പറഞ്ഞേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് എന്താ പറയാ, അടുത്ത ക്ലാസ് തുടങ്ങി ഹ്യൂമൻ റിസോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് ഒക്കെ പോരെ. ഓക്കെ, താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു. Thank you, Miss.